എവരിവൺ, നമസ്കാരം. വെൽക്കം ടു മൈ വീഡിയോ. ഐ ആം ടോം ജെ. അപ്പോൾ ഇന്ന് ദിസ് ഈസ് മൈ തേർഡ് ഡേ ഓഫ് വ്ളോഗിങ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പറയാം എന്ന് ആലോചിക്കുന്ന ഇന്നിപ്പോഴാണ് എനിക്കൊരു കാര്യം ആലോചിച്ചത്. ഞാനൊരു കാര്യം ഓർത്തത്, ഞാൻ നന്നാവണമെന്ന് പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് എന്തൊക്കെയാണ് അതിൻ്റെ കുറച്ച് എന്തുകൊണ്ടാണ് പെട്ടെന്ന് നന്നാവണം എന്നുള്ള ചിന്ത സ്വയം തോന്നാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു കുറച്ചുണ്ട്. അപ്പൊ അതിലൊരു രണ്ട് കൂട്ടുകാരെ എനിക്ക് രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നിപ്പിച്ചു തന്ന രണ്ട് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഭയങ്കര ഉപദേശിയായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴും നല്ല ഉപദേശിയാണ്, എങ്കിലും ഞാൻ ആ സമയത്ത് വൻ ഉപദേശിയായിരുന്നു. എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഒരു 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 അത് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ എന്നിട്ട് അവൻ്റെ അടുത്ത് നീ അങ്ങനെ ചെയ്യട്ടാ, അത് പറ്റത്തില്ല ഏട്ടാ, അത് നീ മറ്റേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് അത് നല്ലതായിരിക്കും. എടാ അവൻ മറ്റേ പണിക്ക് പോകുന്ന എടാ അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അവൻ്റെ അടുത്ത്, അവൻ മറ്റേ ജോലിക്കും പോയി കഷ്ടപ്പെട്ട് പുറത്തുപോയി ജോലി എന്നവനാണ്. അപ്പോൾ ഞാൻ അവനെ എന്നും ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ പറയും, എടാ നീ അങ്ങനെ ചെയ്യില്ല ഏട്ടാ, നീ ഇങ്ങനെ ചെയ്യും എടാ, അത് ഭയങ്കര തെറ്റാണ് എടാ. അവന്റെ കൂടെ കോപ്രായം കാണിക്കുന്നവനാണ്. എന്നിട്ടാണ് എടാ നീ അങ്ങനെ ചെയ്യില്ല എടാ, അത് ഭയങ്കര തെറ്റാണ്. അപ്പൊ ഒരു ദിവസം അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എന്താണ് എടാ പുറത്ത് നല്ല കാറ്റുണ്ട്, അപ്പൊ ഇങ്ങോട്ട് വന്നു. അപ്പൊ അങ്ങനെ ഒരു ദിവസം അങ്ങനെ അവൻ്റെ അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. അങ്ങനെ രണ്ട് സംഭവങ്ങളുണ്ട്. എന്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് രണ്ടു പേർക്ക് ഞാൻ ഉപദേശം നൽകി, രണ്ടുപേരും പറഞ്ഞ ഒരു ഉത്തരവുണ്ട്. അതെനിക്ക് അന്ന് എനിക്ക് കോമഡി ആയിട്ട് തോന്നിയെങ്കിലും, പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുമ്പം ചിരി വരുന്നുണ്ടെങ്കിലും കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ എന്തിനാണ് അങ്ങനെ പറയാൻ പോയെന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ തോന്നിയായിരുന്നു എനിക്ക്. അപ്പൊ അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സംഭവം ഇതാണ്. അപ്പൊ അവനെ ഇട്ട് ഉപദേശിക്കാൻ പോയി. എടാ അവന്റെ വീട്ടിലിട്ട് കോഴിയൊക്കെ ഉണ്ട്. അവര് അവന്റെ അമ്മ കഷ്ടപ്പെട്ട് കോഴിയെ വളർത്തി ഒക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഞാൻ അവന്റെ അടുത്ത് നിന്നിട്ട് ബിസിനസ് ഐഡിയാസ് പറയുന്നത്, എടാ നീ മറ്റേ 4-5 ഇൻക്യുബേറ്റർ മേടിച്ച് മുട്ട വിരിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കി വലിയ ഫാം ഉണ്ടാക്കടാ, നൈസാണ്ട്രാ, കൊള്ളാടാ, സൂപ്പറാ എന്നൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്ത് അവ ഇതെല്ലാം കേൾക്കും കേട്ടോ. അവ ഇതിനെല്ലാം കേട്ടിട്ട് അവസാനം ഒരു ദിവസം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ എന്തോ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മള് മന്തി കഴിക്കാൻ പോയി, നേരത്തെ പറഞ്ഞാൽ മന്തി കഴിക്കാൻ പോയിരുന്നു. ഞാൻ ഉപദേശിച്ചോണ്ട് അവൻ പറഞ്ഞു, അവൻ എൻ്റെ അടുത്ത് ഒറ്റ ഡയലോഗ് പറയണം, എടാ നിനക്കെന്ത് ചൊരപ്പുണ്ടടാന്ന്. എടാ ഞാൻ അന്ന് മറ്റേ പൊട്ടിപ്പിരുന്ന് ഒരു വേലയ്ക്കും പോകാണ്ട് ഇരുന്ന് കിടക്കുന്നവനാണ് ഞാൻ. എന്നിട്ട് ഞാൻ ആലോചിച്ചതാണ്, ഞാൻ എന്നിട്ട് അവനെ ഉപദേശിക്കുന്നു. അവൻ ഒരു ഡയലോഗ് ഉണ്ട്, എടാ നിനക്കെന്ത് ചൊരപ്പുണ്ടടാന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ചൊരപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കേട്ടോ. നിനക്കെന്ത് ജോലി ഉണ്ടോ? എനിക്കൊരു ജോലി ഇല്ലായിരുന്നു, ചുമ്മാ പൊട്ടിപ്പിരുന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നാട്ടില്. ഞാൻ അതിലെ ഒന്നും ഞാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ കളിയാക്കി ഞാൻ പോയെങ്കിലും പിന്നെ എനിക്കൊന്നും ഞാനൊന്നും ആ സമയത്ത് ഞാൻ ചുമ്മാ കളിയാക്കിയിട്ടാണ് ഞാൻ പോയത്. അവൻ്റെ അടുത്ത് ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞൊന്നുമില്ല. ഒരാൾ പോയി പറമ്പെടുത്ത് അതേമാതിരി ഇപ്പൊ എന്ത് ചെയ്യാൻ. അപ്പൊ അതാണ് ആള് വന്നുകൊണ്ടാണ് കേട്ടോ. പെട്ടെന്ന് ഞാൻ പറമ്പെടുത്ത് എനിക്ക് ഉള്ള സംസാരമൊക്കെ മറന്നുപോയി, മാറിക്കോളും പയ്യെ. അന്ന് അങ്ങനെ പറഞ്ഞു. എനിക്ക് അതിനുശേഷവും ഞാൻ അവനെ ഉപദേശിച്ചു. അതാണ് വേറെ കോമഡി. അതിനുശേഷവും ഞാൻ അവനെ ഉപദേശിച്ചു. പറഞ്ഞു, നീ അത് ചെയ്യ. അപ്പൊ അവൻ ചോദിക്കടാ നിനക്ക് അത് പറയാൻ നീ ആരടാ എന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ അപ്പോഴൊക്കെ കോമഡി ചിരിച്ചു. പക്ഷെ ഇപ്പോഴാണ് ആലോചിക്കുന്നത്, എന്തിന്റെ ആവശ്യം? ഒരാവശ്യവും ഇല്ലായിരുന്നു. നമ്മള് വല്ലതൊക്കെ അത് കുറച്ചും കൂടെ കഴിഞ്ഞാൽ അതുപോലെ രണ്ടാം സംഭവം എന്റെ വേറൊരു കൂട്ടുകാരൻ്റെ അടുത്ത്. അവനും ഗൾഫിലാണ്. അവൻ ഗൾഫിൽ പോയി വർക്ക് ചെയ്യുന്നവനാണ്. ഞാൻ നേരത്തെ നാട്ടിൽ നിൽക്കുന്നവനാണ്. അവൻ ഗൾഫിൽ പോയി വർക്ക് ചെയ്ത് രാത്രി 11 മണിയാകുമ്പോൾ വന്നിട്ട് ഒരു ദിവസം എന്നെ വിളിക്കുമ്പോഴത്തേക്ക് ഞാനില്ല. എടാ നീ മറ്റേ ആ ബിസിനസ് ചെയ്യണോ, എടാ നീ ഇത് ചെയ്യണോ എന്ന് പറഞ്ഞാൽ അവനെ ഉപദേശിക്കാൻ തുടങ്ങി. ഞാൻ രാത്രി കിടന്നിട്ട് അവനെ ഉപദേശിക്കാൻ തുടങ്ങി. അവൻ
ജോലിയും കഴിഞ്ഞ് ഉപ്പാട് കഴിയും വന്ന് അവനെ ഉപദേശിക്കാൻ തുടങ്ങി. അപ്പൊ അവൻ വന്നിട്ട് എന്റെ അടുത്ത് അവൻ ഒരു ട്രാവൽസിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ അവന്റെ അടുത്ത് ഞാൻ പറയാണ്, എടാ നീ മറ്റേ എടാ സാധാരണ ഫ്ലൈറ്റിനൊന്നും ടിക്കറ്റ് ബുക്ക് ചെയ്താൽ പോരാ, നീ മറ്റേ ഫ്ലൈറ്റ് പ്രൈവറ്റ് ജെറ്റൊക്കെ ചാർട്ടർ ചെയ്യാൻ പഠിക്കും, അതൊക്കെ ചെയ്. അവനും അങ്ങനെ ഗതി കെട്ട അവനും ചോദിച്ചു. അവൻ ഗതി കെട്ടൊന്നുമില്ല കേട്ടോ, അവൻ ഒറ്റ തന്നെ അവനും ചോദിച്ചു, എടാ ഒരു പണിക്കും പോവാണ്ടിരിക്കണം നിനക്ക്, നീ എന്തിനാടാ നീ എന്നെ ഉപദേശിക്കുന്നത് എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ എന്റെ കൈ നന്നായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഒരു ചെറുപ്പിനും പോകാണ്ടിരിക്കുന്നത് ശരിയാണ്, അത് അവനും പറഞ്ഞു ഇവനും പറഞ്ഞു അങ്ങനെ. അപ്പൊ അതൊക്കെയാണ് കേട്ടോ ഞാൻ ആലോചിച്ചെടുത്ത കാര്യങ്ങൾ. എന്റെ 2 കൂട്ടുകാരും എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. നിനക്കെന്ത് ചുരപ്പൊട്ടടാ, എനിക്കൊരു ചുരപ്പും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ എനിക്ക് ജോലിയുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഇവിടെ ബഹറിലെത്തിയത്. സ്വന്തമായിട്ട് ഇതുവരെ ഒന്നും ഉണ്ടാക്കിയില്ല, സ്വന്തം കഴിവുകൊണ്ട് ഇതുവരെ ഒന്നും ഉണ്ടാക്കിയില്ല. എനിക്ക് അതാണ് മാറ്റിയെടുക്കേണ്ടത്. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ആ വ്ളോഗിങ് കൊണ്ടാണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. എനിക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും നല്ലത് വരണമെങ്കിൽ അത് വരട്ടെ, അതുകൊണ്ട് കൂടി തന്നെയാണ്. പിന്നെ എല്ലാം നമ്മൾ നല്ലത് പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കാൻ പഠിക്കുക. ഞാൻ ഭയങ്കര നെഗറ്റീവായിരുന്നു. എന്ത് കാര്യം കിട്ടിയാലും ഞാൻ അപ്പോൾ നെഗറ്റീവായിട്ട് ഞാൻ ചിന്തിക്കുമായിരുന്നു. അത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടിയതാണ്. അത് എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് പിന്നെ അടുത്ത വീഡിയോയിലൊക്കെ പറയാം. നമ്മൾ ഇപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക, നെഗറ്റീവ് മാക്സിമം ചിന്തിക്കാതിരിക്കാം. നെഗറ്റീവ് വരും, നെഗറ്റീവിനെ തട്ടിക്കളയൽ, നെഗറ്റീവ് ചിന്തിക്കണം. എന്ത് കാര്യം കിട്ടിയാലും അതിന്റെ നെഗറ്റീവ് ചിന്തിക്കണം. പക്ഷെ അതിന്റെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് വെച്ച് സമാധാനിക്കണം. മാക്സിമം അങ്ങനെ ചെയ്യാൻ നോക്കണം. അല്ലാണ്ട് മാക്സിമം ഇങ്ങനെ അനാവശ്യമായി ചിന്തിച്ച് കൂട്ടൽ, ഓരോ കാര്യം കിട്ടുമ്പോഴും ചിന്തിച്ച്. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്ത് കാര്യം കിട്ടിയാലും അതെങ്ങനെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ച് ചിന്തിക്കുമായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ അധികം ചിന്തിക്കുന്നില്ല. അത് ഞാൻ എന്നെ മാറ്റുന്ന ഒരു ഗുണമാണ്. പക്ഷെ ചിന്തിക്കണം കേട്ടോ, നല്ലതുപോലെ ചിന്തിക്കണം. അത് ചിന്തിക്കേണ്ട സമയത്ത് നെഗറ്റീവ് അടിക്കണം. ഓരോ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ നെഗറ്റീവ് അടിച്ച് ഓർത്ത് വെച്ചേക്കണം, അത് ചിന്തിക്കണം. പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ പിന്നെ അതും ആലോചിച്ചോണ്ട് ചിരിക്കാനല്ല, ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ 3ാമത്തെ വ്ളോഗിങ് ഇത് എന്ത് പറയുന്ന ആലോചിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നന്നാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ നന്നാവാൻ ഇതൊക്കെയാണ് കാരണങ്ങൾ. കൂട്ടുകാരൊക്കെ ഉണ്ട്, ഇതൊക്കെ എൻ്റെ ഒരു നടന്ന സംഭവമാണ്. അപ്പൊ ഞാൻ അത് എനിക്ക് പെട്ടെന്ന് ഷെയർ ചെയ്യാൻ തോന്നി. ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ ഇതേപോലെ പിന്നെ വേറൊരു കാര്യം, പ്രത്യേകിച്ച് ഈ ജീവിത ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് ഇന്നത് വേണം, ഇന്നത് നേടണം, ഇതുവരെ നേടണം, എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇതുവരെ ഇല്ല. എനിക്ക് അങ്ങനത്തെ ഒരു സാധനം എനിക്ക് കൊണ്ടുവരണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൊണ്ടുവരണം. എന്തെങ്കിലും നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്ത എനിക്ക് കൊണ്ടുവരണം. നേടിയെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേടണം എന്നുണ്ട് കേട്ടോ. വെറും എന്താണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ഓരോ കാര്യങ്ങളും നല്ല നിലയിൽ എത്തണം എന്നൊക്കെ ചിന്തയുണ്ട്. പക്ഷെ അതല്ല, നമ്മളൊരു ഗോള്, ഒരു ലക്ഷ്യമുണ്ട്. അത് ഞാൻ നിങ്ങളുടെ എല്ലായിടത്തും ഞാൻ ചോദിക്കട്ടെ, വീഡിയോ കാണുന്ന എല്ലായിടത്തും ഞാൻ പറയുവാണ്, ഒരു ഗോള്, നിങ്ങളുടെ ഒരു ലക്ഷ്യം നിങ്ങൾ കമന്റ് ചെയ്യുക. എനിക്കൊന്നും കണ്ട് മനസ്സിലാക്കാനാണ്. നിങ്ങൾ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും നിങ്ങളുടെ ജീവിത ലക്ഷ്യം ഒരാളെങ്കിലും കമന്റ് ചെയ്യുക. എനിക്ക് മനസ്സിലാക്കുക എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ. ഓരോ ആൾക്കാരുടെ ലക്ഷ്യങ്ങൾ, നിങ്ങൾ ഭയങ്കര ടോപ്പിലിരിക്കുന്ന ലക്ഷ്യങ്ങളൊന്നും പറയണ്ട, ചെറിയ ലക്ഷ്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ അത് കണ്ട് കണ്ണ് വിട്ട് ആരെങ്കിലും അത് നടക്കാതിരുന്നാലോ, അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. നമ്മൾ നടക്കാനുള്ളത് നടക്കും. ആര് കണ്ണ് വിട്ടാലും കണ്ണ് വിട്ടിട്ട് നടക്കാനുള്ളത് നടക്കും, കണ്ണ് വിട്ടില്ലേലും ഇല്ലാത്തതാണ് നടക്കത്തില്ല. അല്ലാണ്ട് അവൻ കണ്ണ് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം അവൻ മാൻഡ്രേക്ക് ആണെന്നൊക്കെ പറയും. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, അവൻ മാൻഡ്രേക്ക് ആണെന്ന്. ഇപ്പൊ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല. അവൻ എന്ത് ചിന്തിച്ചാലും, അവൻ എന്ത് പറഞ്ഞാലും നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് സംഭവിക്കാനുള്ളതാണെങ്കിൽ സംഭവിച്ചിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് എന്റെ 3ാമത്തെ വ്ളോഗിൽ എനിക്ക് പറയാനുള്ളത്. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ ബൈ. പിന്നെ ബാക്കി പറയേണ്ട കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ് എല്ലാം അടിച്ചു പൊട്ടിക്കുക. അപ്പൊ ഓക്കെ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടന്റുമായി എന്തെങ്കിലും ഞാൻ സംസാരിച്ച് വരുന്നതായിരിക്കും. അപ്പൊ ഓക്കെ ബൈ.
ഇങ്ങനെ പോയപ്പോഴാണ് വേറൊരു കാര്യം കൊലകൾ കൊലച്ച് ഈന്തപ്പനകൾ കൊലയ്ക്കാൻ പോകുന്നു.